വരുന്ന ടൂറിസ്റ്റുകൾക്ക് കാണാൻ പറ്റിയ അടിപ്പൻ സ്പോട്ടുകളാട്ടോ. അപ്പോൾ നമുക്ക് പോയാലോ? അപ്പോൾ നമ്മൾ പോകുന്നത് നമ്മുടെ വണ്ടിക്കെല്ലാം നടന്നല്ല ഒന്നുമല്ല നമ്മളിന്ന് പോകുന്നത് കാണിച്ചാൽ നമ്മൾ ഇന്ന് പോകുന്നത് ഇവിടെ വരുന്നവർ മെയിൻലി എക്സ്പ്ലോർ ചെയ്യുന്ന സാധനമാണ് ഓഫ് റോഡ് റൈഡ്. അപ്പോൾ നമ്മൾ ഈ ജീപ്പിലാട്ടോ പോകുന്നത്. അപ്പോൾ നമ്മൾ പോകുന്നത് ഈ ചേട്ടൻ്റെ വണ്ടിക്കാട്ടോ. അപ്പോൾ ചേട്ടൻ്റെ പേരെന്നായിരുന്നു? അപ്പോൾ നമ്മൾ ആദ്യം എങ്ങോട്ടാ പോകുന്നത്? അപ്പോൾ നമ്മൾ ആദ്യം ചൊനയമക്കൽ വാട്ടർഫാൾസിലേക്കാട്ടോ പോകുന്നത്. ഇതാണ് ഇവരുടെ കാർഡ് കേട്ടോ. പിന്നെ അതിനകത്ത് ആനക്കുളുണ്ട്, കൊളുകുമലുണ്ട്, വ്യൂ പോയിന്റ്, വാട്ടർഫാൾസ്, സൺറൈസ്. ഇത് മൂന്നാറിലേക്കല്ലേ? അതെ, ഇത് കൊളുക്കുമല സൈഡാണ്. നമ്മളിപ്പോൾ പോകുന്നത് സൈഡിലൊക്കെ വാട്ടർഫാൾസ്, ഡാം, ഷൂട്ടിംഗ് പ്ലേസ്, ഹാങ്ങിങ് ബ്രിഡ്ജ്, വില്ലേജ് റോഡ്, എക്കോ പോയിന്റ്. ഇതാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇന്ന് നമ്മൾ പോകുന്നുണ്ട് ഈ സ്ഥലങ്ങളിലേക്കാട്ടോ പോകുന്നത്. ഒരു 6-7 ഡെസ്റ്റിനേഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പൊളിക്കും. അപ്പോൾ നമ്മൾ പോകുന്നത് മേരുമല ജീപ്പ് സഫാരിയിലാട്ടോ. പോയാലോ? വാ. പൊന്മുടി ഹാങ്ങിങ് ബ്രിഡ്ജിലേക്കാണ്. പണ്ട് ഇവിടെ ജീപ്പൊക്കെ കയറ്റുന്നു വണ്ടിയൊക്കെ പോകുന്നതായിരുന്നു. പക്ഷെ ഇപ്പം വണ്ടിയൊന്നും പോകുന്നില്ല. നമ്മൾ നടന്ന് ആസ്വദിച്ച് തിരിച്ച് പോകണോട്ടോ. അപ്പോൾ നമുക്ക് പോവാം.
ലൊക്കേഷനിലേക്ക് എത്തിയിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പൊന്മുടി എക്കോ പോയിന്റിലാട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എക്കോ അടിക്കും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമുക്കത് പറഞ്ഞു പോകുന്നുണ്ടോ? അത് പോകുന്നുണ്ടോ? അവിടെയൊക്കെ എന്തൊക്കെയൊക്കെ ഉണ്ട് കേട്ടോ. കേൾക്കുന്നില്ല. അത് വേറെ ആൾക്കാരാണെന്ന് തോന്നുന്നു. അപ്പം ഇവിടെ എന്ന് പറയുന്നത് മീൻപിടുത്തക്കാരുടെ ഒരു ബെസ്റ്റ് സ്പോട്ടാട്ടോ. നല്ല കൂളായിട്ടുള്ള ഒരു നല്ല പീസ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്. അതുകൊണ്ട് നമ്മളിവിടെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ നിന്നൊരു ഡാൻസ് കളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ടൈമിൽ ഒരു തോണിയൊക്കെ പോയതൊക്കെ. ഇതെല്ലാം നല്ല അടിപൊളി ഡെസ്റ്റിനേഷനാണ്. അപ്പോൾ എന്നാലും നിങ്ങൾ പൊന്മുടി ഡാം കാണാൻ എന്നാണ് വരുന്നത്. ഇതാണ് ശരിക്കുമുള്ള പൊന്മുടിയിലെ എക്കോ പോയിന്റ് കേട്ടോ. അപ്പം ഈ എക്കോ പോയിന്റിൽ വരണം, കാണണം. നല്ല മനോഹരമാട്ടോ. ഡാമിന് അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ കാണാൻ. പൊന്മുടി ഡാമിൻ്റെ പരിസര പ്രദേശമാട്ടോ. അതുകൊണ്ട് സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഇവിടെ ഡ്രോൺ പറത്താൻ പറ്റത്തില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ നല്ല കാറ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വലിയ കാറ്റൊന്നുമില്ല. അതുപോലെ എന്താ നമ്മളവിടെ കാണും, നമ്മൾ മുമ്പേ പോയ ചുനേമക്കൽ വാട്ടർഫാൾസ് ആട്ടോ. അത് നമ്മൾ ഈ കാണുന്ന ചുറ്റുമുള്ള മലകളുടെ മുകളിലാട്ടോ നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നാടുകാണി എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ നമുക്ക് ഈ പരിസരം ഫുള്ള് കാണാൻ പറ്റും. നാടുകാണി അതൊക്കെ ഒരു കാട്ടിക്കൂടെയുള്ള യാത്ര കേട്ടോ. അതൊക്കെ കഴിഞ്ഞാണ് നമ്മളിപ്പം പൊന്മുടി ഡാമിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് പൊന്മുടി ഡാം. ഇപ്പോൾ ഇച്ചിരി വെള്ളം കുറവുണ്ട്. നല്ല രീതിയിൽ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. മഴയൊക്കെ ആയിട്ട് നല്ല രീതിയിൽ വെള്ളം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം വെള്ളം ഇച്ചിരി കുറവുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് കണ്ട് ഇവിടെ കുറേ ചട്ടന്മാർ മീൻ പിടിക്കുന്നതൊക്കെ കാണാം കേട്ടോ. അടിപൊളി വെള്ളച്ചാട്ടം കേട്ടോ. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് കണ്ടറിയാം.
ഫാൾസ് അഡ്വഞ്ചർ ഉണ്ട് കേട്ടോ. അപ്പോൾ 2 സൈഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് എവിടെ നിന്നാണ് ഇൻട്രസ്റ്റ്, നമുക്ക് ഏത് സിപ്പ് ലൈനാണ് ഇഷ്ടപ്പെട്ടത് അത് നമുക്ക് കയറാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സിപ്പ് ലൈനും കൂടെ ആസ്വദിച്ച് എൻജോയ് ചെയ്ത് തിരിച്ച് പോകാം കേട്ടോ. ഹലോ മച്ചാ, അങ്ങനെ നമ്മുടെ റൈഡെല്ലാം ഇന്ന് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഏറെക്കുറെ 9 ഡെസ്റ്റിനേഷൻ നമ്മളിന്ന് പോയിട്ടോ. അടിപൊളി റൈഡായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഫുള്ള് പോയത് മേരിമാത ജീപ്പ് സഫാരിയിലായിരുന്നു കേട്ടോ. നല്ല അടിപൊളി റൈഡായിരുന്നു. മൂന്നാർ നിങ്ങൾ വരുവാണെങ്കിൽ, നിങ്ങൾ ജീപ്പ് സഫാരി ട്രൈ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ എന്താണേലും മേരിമാത ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞങ്ങൾ എന്താണേലും നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബൈ.